അറിയുമോ ദേവകി അമ്മ എന്ന ഈ കലാകാരിയെ? ഓർമ്മയിൽ തിരഞ്ഞാൽ ചിലരെങ്കിലും ഈ മുഖം തിരിച്ചറിയാതിരിക്കില്ല. ഇന്നലകളിൽ കണ്ട സിനിമകളിൽ അപൂർവമായെങ്കിലും ഈ അമ്മ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, KG ദേവകിയമ്മ മലയാള സിനിമയ്ക്ക് പരിചയമുള്ള അഭിനേത്രികളിൽ ഒരാളാണ്. പക്ഷേ ഈ അമ്മയുടെ പ്രശസ്തി സിനിമയോടൊപ്പം നടന്നു നേടിയതല്ല. പ്രക്ഷേപണ കലയ്ക്ക് തനതായ സംഭാവനകൾ നൽകി പേരും പെരുമയും നൽകിയ കലാകാരിയാണിത്. ഇന്നലകളിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു ദേവകിയമ്മ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റാർ. എനിക്ക് ഒരു 8 വയസ്സായപ്പോൾ മുതൽ എൻ്റെ അച്ഛൻ ഭാഗവതരാണ്. നന്നായിട്ട് പാട്ട് പഠിപ്പിച്ച് ഒരു ചെറിയ കച്ചേരി നടത്താനുള്ള ഒരു 1/4 മണിക്കൂർ കച്ചേരിക്കുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ആ സൗകര്യത്തിൽ നന്നായിട്ട് പാടുന്നുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജന് ഒരു നാടക കമ്പനിയുണ്ട്, സ്വന്തമായിട്ടൊരു നാടക കമ്പനി ഉണ്ട്, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ആ പഴയ കാലത്ത് നാടകങ്ങളുടെ സ്റ്റേജിൽ പാടി അഭിനയിക്കണം, അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ ഇവൾ കൊച്ചാണെങ്കിലും ചെറുതാണെങ്കിലും ഇവൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇവളെ സ്റ്റേജിൽ പതുക്കെ നാടകത്തിൽ വന്ന് കയറ്റാം എന്ന് എൻ്റെ ഇളയച്ഛൻ വിചാരിച്ചിട്ട് അച്ഛനോട് വന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം ഇഷ്ടമല്ലായിരുന്നു. രണ്ടാമത് അനുജൻ്റെ കമ്പനിയല്ലേ, അവൾ കൊച്ചല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സ്കൂളിൽ പഠിക്കുന്ന പ്രായമല്ലേ, അതുകൊണ്ട് അയക്കാം എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ നാടകത്തിന് അയക്കുന്നു. അന്നത്തെ കാലത്ത് ഈ ചെറുതായതുകൊണ്ട് ബാലം പാർട്ട് എന്നൊരു ഇടപാടുണ്ട്. സ്റ്റേജിൽ നാടകം തുടങ്ങാത്ത സമയത്ത് കോറസ് പാടിക്കഴിഞ്ഞു, കർട്ടൻ പൊക്കിക്കഴിഞ്ഞു, ഹാർമോണിയസ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു ബാലപ്പാർട്ടാണ് പ്രവേശിക്കുക. അങ്ങനെ ഒരു ഇടപാടാണ് അന്നത്തെ കാലത്ത്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബാലപ്പാർട്ടിന് ആദ്യം എന്നെ സ്റ്റേജിൽ കയറ്റുന്നു. ഇളയച്ഛൻ എൻ്റെ ഗുരുവാണ്. പൗഡർ തേക്കുന്നതും മേക്കപ്പ് ഇടുന്നതും നാടകം പഠിപ്പിച്ചതും സ്റ്റേജിൽ കയറ്റിയതും എൻ്റെ ഗുരുനാഥൻ ഇളയച്ഛനാണ്. അങ്ങനെ നാടകത്തിന് ആദ്യം ബാലപ്പാർട്ട്, പിന്നീട് കർണകി എന്നൊരു നാടകം. അന്നത്തെ കാലത്ത് പഴയ നാടകങ്ങളേ ഉള്ളൂ, വേറെ പുതിയ നാടകങ്ങളൊന്നും ഇല്ല. കോവിലൻ ചരിത്രം എന്ന് പറയും. അതിൽ കർണകി, മുൻ കർണകി, പിൻ കർണകി, അല്ലി അർജുന അന്ന നാടകം. അതും അല്ലി പിന്നല്ലി, അങ്ങനെയാണ് അന്നത്തെ കാലത്ത്. അതിൽ മുന്നല്ലി പിന്നല്ലി, മുൻ കർണകി പിൻ കർണകി, ഭാമ വിജയത്തിൽ ഭാമ, രുക്മിണി, കൃഷ്ണൻ, നാരദൻ, ഇന്ദ്രൻ, ഇങ്ങനെയുള്ള റോളുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതെല്ലാം അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ നാടകങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയുടെ കൊച്ചുമകൾ തങ്കം, കൊട്ടാരത്തിലുള്ള തങ്കം, അവർ ഹാർമോണിസ്റ്റ്, നന്നായിട്ട് ഹാർമോണിയം വായിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അവരൊരു സ്വന്തമായിട്ടൊരു നാടക കമ്പനി ഉണ്ടാക്കി, എല്ലാം പെൺകുട്ടികളെ ചേർത്ത്. അത് EV കൃഷ്ണപിള്ളയുടെ ഒരു എഴുതിയ ഒരു നാടകം, സുഭദ്രാഹരണം ഒരു നാടകം. ആ നാടകത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. പോയി ബലരാമനായിട്ട് അതിലും അഭിനയിച്ചു. കലാകാരിയായി അറിയാൻ മോഹിച്ച് പാട്ട് പഠിച്ച ഒരാൾ അഭിനേത്രിയായാണ് അതിലേറെ അറിയപ്പെട്ടത്. രംഗവേദിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കിട്ടിയ വേഷങ്ങളെല്ലാം തകർപ്പൻ പ്രകടനത്തോടെ ഗംഭീരമാക്കുക തന്നെ ചെയ്തു. കൊച്ചു കൊച്ചു നാടക സമിതികളിലെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ തേടിയെത്തിയ വലിയ ഓഫർ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതുകയായിരുന്നു. എനിക്ക് ഒരു 10-18 വയസ്സായപ്പോൾ, 18 വയസ്സായി, അപ്പോൾ കലാലയം കൃഷ്ണനായരുടെ നാടക കമ്പനിയിലേക്ക് ഒരു നാടകത്തിന് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു വർഷത്തേക്ക് നാടകം എഗ്രിമെൻ്റ് എഴുതി കൊടുത്തു. അപ്പം ഒരു വർഷം നാടകത്തിന് പോയി. എഗ്രിമെൻ്റ് എഴുതി കൊടുത്താൽ നമ്മൾ ഒരു വർഷം പോകണം. ഒരു വർഷത്തെ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ പോകണം. പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുന്നു. എന്നെ വിവാഹം കഴിച്ച ഉടനെ ഞങ്ങൾ മധുരയ്ക്ക് പോയി. മധുരയിൽ ഒരു തമിഴ് നാടക കമ്പനി ഉണ്ടാക്കി. പവിഴക്കൊടി എന്നൊരു നാടകം, തമിഴാണത്. അവിടെ കുറച്ച് നാൾ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് നാടകങ്ങൾ കാരക്കുടി, മധുര, അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നാടകങ്ങളൊക്കെ നടന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. ഞാൻ ഗർഭിണിയായി. അപ്പോൾ അതോടെ പിന്നുള്ള നാടകങ്ങൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിപ്പോയി. കുട്ടിയെ നോക്കണം. അത് മാത്രമല്ല, അപ്പോൾ കലാനിലയം കൃഷ്ണൻ നായർക്കാണെങ്കിൽ നാടക കമ്പനിയിൽ വേറെ കമ്പനി ഉണ്ടാക്കി, സ്ഥിര നാടകവേദിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് നാടകങ്ങൾ, കടമറ്റത്ത് കത്തനാര്, ദേവി, ഇത് പിന്നെ ഇളയടത്ത് റാണി, ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം സ്ഥിരം നാടകവേദിയായിട്ട് അദ്ദേഹം അതുണ്ടാക്കി. അഭിനേത്രിയുടെ കുപ്പായം ഉപേക്ഷിച്ച് ജീവിതാരങ്ങിൽ ഒരു നല്ല വീട്ടമ്മയുടെ ഉത്തരവാദിത്വവുമായി ഒതുങ്ങിക്കഴിയുന്ന കാലത്ത് കലാലോകം ദേവകിയമ്മയെ വീണ്ടും വിളിച്ചു. റേഡിയോ ആർട്ടിസ്റ്റായാണ് കലാലോകത്തേക്കുള്ള ഇവരുടെ 2ാം വരവ്. തന്റെ വിസ്മയ ശബ്ദം കൊണ്ട് റേഡിയോ ആസ്വാദകരുടെ സ്നേഹവും ആദരവും ഏറെ നേടാനുള്ള ഭാഗ്യവുമുണ്ടായി ഈ കലാകാരിക്ക്.
തിരുവിതാംകൂർ റേഡിയോ നിലയം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ റേഡിയോ നിലയത്തിൽ ഒരു നാടകത്തിന് തിരുനയനാർകുറിച്ചി മാധവൻ നായർ എഴുതിയ ഒരു പട്ടണപ്പകിട്ട് എന്നൊരു നാടകം, അതിനുവേണ്ടി എന്നെ വന്ന് വിളിച്ചു. അപ്പോൾ കലാലയം കൃഷ്ണനായർ പറഞ്ഞു, അവൾ സ്റ്റേജിലൊക്കെ അഭിനയിക്കും, ഈ റേഡിയോയിൽ അവൾ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ശരിയാവുമോ എന്തോ മാധവൻ നായരെ എന്ന് പറഞ്ഞു. അത് ഞാൻ റിഹേഴ്സൽ ചെയ്യാം, 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കാം, റിഹേഴ്സൽ കൊടുക്കാം, അപ്പോൾ പിന്നെ ശരിയാവും. എന്തായാലും ഞാൻ എഴുതിയ നാടകമാണ്, ഒന്നുകൂടി അയക്കണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് അയച്ചു. ശരി, ഇവിടെ പാളയത്താണ് സ്റ്റുഡിയോ അന്ന്. ആ സ്റ്റുഡിയോ തിരുവിതാംകൂർ റേഡിയോ നിലയം, MLA ക്വാർട്ടേഴ്സിൻ്റെ ആപ്പോസിറ്റായിട്ട്. അവിടെ നാടകത്തിന് പോയി. അവിടുത്തെ ഡയറക്ടർ കൈനിക്കര പത്മനാഭപിള്ള സാറായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് റേഡിയോയിൽ നാടകം അഭിനയിക്കണം അതാണ്. അപ്പോൾ നാടകം കഴിഞ്ഞ് നാടകം നന്നായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഡയറക്ടർ സാറ് മാധവൻ നായരെ ഈ കുട്ടി ഏതാ എന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അത് കലാലയം കൃഷ്ണനായിട്ട് വൈഫാണെന്ന് പറഞ്ഞു. ഏതായാലും ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചു, ഇനി വല്ലപ്പോഴും നാടകങ്ങൾ ഉള്ള സമയത്ത് ആ കുട്ടിക്ക് കോൺട്രാക്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ 1950 വരെ അവിടെ പോയി, 1.5 വർഷം വരെ, ഏകദേശം 2 വർഷം ആയില്ല. 1950 ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് ഇപ്പോഴത്തെ റേഡിയോ സ്റ്റേഷൻ, അന്ന് ആൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം എന്നാണ് അന്നത്തെ പേര്, ഇപ്പോഴും ആകാശവാണി എന്നായി. റേഡിയോ സ്റ്റേഷനിൽ പോയതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രാധാമണി, രാധാദേവി അവരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു മൈക്കാണ് അഭിനയിക്കാൻ, അത് സ്റ്റുഡിയോയിൽ ഒരു മൈക്ക് വെച്ച് ഇത്രയും പേർക്ക് അഭിനയിക്കാൻ പറ്റുമോ? വീരരാഘവൻ നായരുണ്ട്, മാധവൻ നായരുണ്ട്, പിന്നെ ഗംഗാരൻ നായരുണ്ട്, രാംകുട്ടി നായരുണ്ട്, ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൂടെ ഒരു മൈക്ക് വെച്ച് അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കും. 2-3 കഥാപാത്രങ്ങൾ ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറിക്കൊടുക്കും, മറ്റവരൊന്ന് മാറി നിന്ന് അഭിനയിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ റോൾ വരുമ്പോൾ ഞങ്ങൾ അഭിനയിക്കും. അങ്ങനെയാണ്. പിന്നെ റേഡിയോയിൽ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നാടകത്തിനാണെങ്കിൽ നമ്മുടെ മുഖത്ത് അഭിനയം വരും, അത് കണ്ടിരിക്കും. വേഷവിധാനം കണ്ടുകൊണ്ട് കുറേ ആളുകൾ രസിക്കും. പാട്ടും ഇതൊക്കെ കണ്ട് ആക്ഷനൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കുറേ രസിച്ചുകൊണ്ടിരിക്കും. റേഡിയോയിൽ അതില്ലല്ലോ. നമ്മുടെ ശബ്ദത്തിൽ കൂടി മാത്രം എല്ലാ ശബ്ദങ്ങളും എല്ലാ വികാരങ്ങളും ആ ശബ്ദത്തിൽ കൂടി നമ്മൾ കേൾപ്പിക്കണം. മുഖത്ത് വരുന്നതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, ശബ്ദത്തിൽ കൂടി മാത്രമല്ലേ. പല രീതിയിലുള്ള ശബ്ദങ്ങളും കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങളും നമ്മൾ അഭിനയിക്കണം. അങ്ങനെ പിന്നെ ഈ ഒരു മൈക്കും വെച്ചാണ് ഞങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. വെളിയിൽ നിന്ന് ആർട്ടിസ്റ്റിനെ ഒന്നും ബുക്ക് ചെയ്യാറില്ല, നാടകങ്ങളൊന്നും വെളിയിൽ നിന്ന് എടുക്കാറില്ല. അവിടെയുള്ള ആർട്ടിസ്റ്റിനെ നാടകങ്ങൾ എഴുതണം. അങ്ങനെ നാടകം അഭിനയിക്കാൻ തുടങ്ങി. പിന്നീട് നാടകം മാത്രമല്ല, പിന്നെ കൊയ്ത്ത് പാട്ട്, നടിയിൽ പാട്ടെന്ന് പറയുന്നത്, വഞ്ചിപ്പാട്ട്, വള്ളപ്പാട്ട്, തിരുവാതിരപ്പാട്ട്, പിന്നെ കവിതാമൃതം, ഇങ്ങനെയുള്ള പല പല പ്രോഗ്രാംസും അവിടെ നമ്മൾ ചെയ്യേണ്ടി വന്നു. ജാനകീരമണ ഭക്തപാരിജാത പാഹി സകല ലോകാചരണ ജാനകീരമണ. മറന്നിട്ടില്ല ദേവകിയമ്മ പണ്ട് പാടിയ പാട്ടുകൾ. പ്രായത്തിന്റെ അവശതകൾക്കിടയിലും ഇന്നും ഈ അമ്മ ഓർത്തെടുക്കുന്നു അന്നത്തെ നല്ല പാട്ടുകൾ. മരിമഴകൾ ചൊരിഞ്ച് ചെറുവയലെല്ലാം വെള്ളം നിറഞ്ഞ് പൂട്ടി ഇത് മറിഞ്ച് ചെറുകാലകളെല്ലാം റിന്നിൻ്റെ കോമല ചന്തിലമാല കണ്ണമ്മ കാളി കറുമ്പി ചടയ്യമാരെല്ലാം വന്ന് ഞാറെല്ലാം കെട്ടിപ്പകുത്തേ വൈതിന്നന്തൈതിൻ. അത് ഈ കൊയ്ത്ത് പാട്ട്, നടിയൽ പാട്ട്, പാടങ്ങളിലൊക്കെ നടന്ന പാട്ടാണ്. പിന്നെ വഞ്ചിപ്പാട്ട് ഉണ്ട്. വഞ്ചി റാണി വാണിയിടുമ്പോൾ വഞ്ചിക്കെന്നും തിരുവോണം, വഞ്ചിപ്പാട്ടും കളികളും നാട്ടിലെല്ലാവരും പുഞ്ചപ്പാടം തോറും നിന്നു പുഞ്ച കൊയ്യും പുലയരും പുഞ്ചിരിച്ചിടുന്നു. പിന്നെ പറയണമോ ഓ ദൈ 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 ദൈതോം തികിതോം തിത്തോം തികിതോം തിത്തോം ധീ.